ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നല്ലൊരു ദിവസമല്ലേ, ഗുരുവായൂർ ഏകാദശിയാണ്. അപ്പോൾ ഞാൻ രാവിലെ നേരത്തിൽ എണീറ്റു, 4 മണിക്കെല്ലാം എണീറ്റു കുളിച്ച് വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞു. അപ്പോൾ ആ സമയത്ത് നമുക്ക് പുറത്ത് വരാൻ പറ്റില്ല, ഇരുട്ടാണല്ലോ ഇവിടെ. അപ്പോൾ ഞാൻ ഇപ്പോൾ പുറത്തൊക്കെ കൊണ്ടുവന്നിട്ട് വീടിൻ്റെ പുറത്തുള്ള ഒരു തുളസി തൈ ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് തുളസിപ്പൂവൊക്കെ പറിക്കുകയാണ്. അതാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കണത്. ഇനി അത് കൊണ്ടുപോയി സ്വാമി എടുത്ത് വെച്ചിട്ട് ഒന്നും കൂടി വിളക്കിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചിട്ട് ഒന്നുകൂടി പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ വെച്ച വിളക്ക് ഇതെല്ലാം ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോയാലോ. അപ്പോൾ ഞാൻ നേരെ വീടിൻ്റെ നേരെ മേലെ വന്നിട്ട് കുറച്ച് സാമന്തി പൂ പറിച്ചിട്ട് വെക്കാമെന്ന് വിചാരിക്കുകയാണ്. കൃഷ്ണന് മഞ്ഞപ്പൂ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് സാമന്തി പൂവൊക്കെ പറിക്കുകയാണ്. ഞാൻ അതൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നേരെ എൻ്റെ സ്വാമി റൂമിൻ്റെ അവിടെ കൊണ്ടേ കാണിക്കാം നിങ്ങൾക്ക്. നമുക്ക് അങ്ങോട്ട് പോവാം. അതോടെ തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ രാവിലെ വിരിഞ്ഞിട്ടുള്ള റോസാപ്പൂക്കളിലേക്കൊരു വീഡിയോ ചെറുതായിട്ട് കാണിച്ചു തരികയാണ് നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ ഫസ്റ്റേ പറഞ്ഞിരുന്നു നിങ്ങളോട്, ഞാൻ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്, 4 മണിക്ക് വിളക്കൊക്കെ വെച്ചു എന്ന്. അപ്പോൾ അതാണ് ഇപ്പോൾ ഈ കാണിക്കണത് ഞാൻ. അപ്പോൾ ഞാൻ ഈ പൂവൊക്കെ ഇവിടെ വയ്ക്കുകയാണ്. ഇപ്പോൾ നമ്മളെ ഇന്നത്തെ ഗുരുവായൂർ ഏകാദശി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച നമുക്ക് തൃക്കാർത്തികയാണ്. അപ്പോൾ വെള്ളിയാഴ്ച തൃക്കാർത്തികയ്ക്ക് വിളക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് പഴയ കുറച്ച് വിളക്കുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് ഒക്കെ വെയിലത്ത് വെച്ച് ഉണക്കി റെഡിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ വെള്ളിയാഴ്ച വൈകുന്നേരം ഞങ്ങളിവിടെ വീട്ടുൾപ്പെടെയൊക്കെ വിളക്ക് വയ്ക്കും, നിറയെ വിളക്ക് വയ്ക്കും. ഇത് ചേരാതെ ഇതേപോലെ കത്തിച്ചിട്ട് നിറയെ വിളക്കൊക്കെ വയ്ക്കും. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ റെഡിയാക്കി വെച്ചിരുന്നത്. ഇതാ രാവിലെ നീച്ച് കുളിച്ച് സ്കൂളിലേക്ക് പോകാൻ റെഡിയാവണമെന്ന്. ബുധനാഴ്ചയാണ് അവർക്ക് ഇന്ന് എക്സാം സ്റ്റാർട്ടാവുന്ന ദിവസമാണ്. അവൻ്റെ രാവിലെ നേരത്തെ നീച്ച് കുളിച്ചിട്ട് അവൻ കുറച്ച് നേരം ഇരുന്ന് പഠിച്ചു. ഇപ്പോൾ പോവാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. രാവിലെ അവനുള്ള ഫുഡൊക്കെ റെഡിയാക്കുകയാണ്. അപ്പോൾ ചോറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അവന് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഫുഡ് റെഡിയാക്കാൻ പോവുകയാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ആരും നമ്മൾ വാഴക്കല്ലേ, നല്ല പൊണ്ണങ്കായ എന്ന് പറയും ഞങ്ങളുടെ ഭാഗത്തേക്കൊക്കെ. അതാ വലിയ കായ ഇവിടെ ആരും ഉപ്പേരി വയ്ക്കില്ല. ഇവിടെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതേപോലെ വാങ്ങി തോല് കളഞ്ഞ് റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ചില്ലി ചിക്കൻ മസാല ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഇതേപോലെ ഫ്രൈ ചെയ്ത് കൊടുത്താലാണ് ഇവർക്കൊക്കെ ഇഷ്ടം. മീൻ വറക്കണമാര് വറുത്ത് കൊടുക്കും. ഇത് കണ്ടില്ലേ, ഇതേമാതിരി വറുത്തിട്ട് ടിഫിൻ ബോക്സിൽ വെച്ച് കൊടുക്കും. തൈര് സാദം ഉണ്ടെങ്കിൽ സൂപ്പറാണ്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ രാവിലെ നേരത്തെ നീച്ചപ്പോഴേ വീഡിയോ പിടിക്കണമെന്ന് വിചാരിച്ചാണ്, അത് നടന്നില്ല. അതിനുള്ളൊരു സൗകര്യം ഇല്ല, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഇത് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിച്ചിട്ട് അങ്ങനെ കമൻറ്റിലൊക്കെ ഒന്ന് അറിയിക്കുകൊണ്ടു. അപ്പോൾ ഞാൻ വീഡിയോ നിർത്തുകയാണ്. ഓക്കെ, ബൈ, താങ്ക് യു.